വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇനി നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ്, LGS, VFA, ബിവറേജ് LD തുടങ്ങിയവയ്ക്കുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 ജൂൺ ജൂലൈ മാസത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ ഓഗസ്റ്റ് മാസത്തെ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന വിവരങ്ങൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, 2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. 2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. ഇനി ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗും നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അപ്പം 2025 നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇനി ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗുമാണ്. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യം US ആണ്. അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തിയ രാജ്യമാണ് US. എത്ര ശതമാനമാണെന്ന് ഓർത്തു വെക്കുക, 25%. 2025 ഓഗസ്റ്റ് 1 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. അടുത്തത്, 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലൻ. 25,000 രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. ഇനി പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചതും ഗോകുലം ഗോപാലിന് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ്, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ A. രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറാണ് A. രാജരാജൻ. 2025 ഓഗസ്റ്റ് 1 ഇദ്ദേഹം ചുമതലയേറ്റത്. ഇതിനു മുമ്പ് ഇദ്ദേഹം സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ നിലവിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ES പത്മകുമാറാണ്. മുൻപത്തെ A. രാജരാജൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായതിനെ തുടർന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ES പത്മകുമാർ ആയത്. ISRO ചെയർമാൻ V. നാരായണനാണെന്ന് കൂടി ഓർത്തുവെക്കുക. അടുത്ത പോയിന്റ്, 2025 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റാണ് എറിസ്. 2025 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ച ഓസ്ട്രേലിയയുടെ റോക്കറ്റ് എറിസ് ആണ്. ഓസ്ട്രേലിയ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റാണ് എറിസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം MBBS കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം MBBS കോളേജ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. ഇനി ഹിന്ദി മീഡിയത്തിൽ MBBS ടെക്സ്റ്റ് പുറത്തിറക്കിയ സ്റ്റേറ്റും മധ്യപ്രദേശ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹിന്ദി മീഡിയം MBBS കോളേജ് നിലവിൽ വന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ്. ഹിന്ദി മീഡിയത്തിൽ തന്നെ MBBS ടെക്സ്റ്റ് പുറത്തിറക്കിയ സ്റ്റേറ്റും മധ്യപ്രദേശാണ്. അടുത്തത്, 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. 2025 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൻ്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. എല്ലാ വർഷവും ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. അടുത്തത്, നിസാർ വിക്ഷേപിച്ചത് 2025 ജൂലൈ 30 നമ്മൾ ഈ കാര്യം കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തതാണ്. നിസാർ ഉപഗ്രഹം വിക്ഷേപിച്ചത് 2025 ജൂലൈ 30 വാഹനം GSLV F-16 ആയിരുന്നു. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച ഫസ്റ്റ് ഉപഗ്രഹമാണ് നിസാർ ഉപഗ്രഹം. അടുത്തത്, MD വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് K. ശ്രീകുമാറാണ്. MD വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവാണ് K. ശ്രീകുമാർ. MD വാസുദേവൻ നായർക്ക് 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു. ഇനി 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ MD വാസുദേവൻ നായരുടെ ജീവചരിത്രത്തിൻ്റെ രചയിതാവ് K. ശ്രീകുമാറാണ്. നെക്സ്റ്റ്, അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ് ബോട്ടാണ് ബേബി ഗ്രോക്ക്. അടുത്തിടെ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച ശിശു സൗഹൃദ AI ചാറ്റ് ബോട്ടിൻ്റെ പേര് ബേബി ഗ്രോക്ക് എന്നാണ്. നെക്സ്റ്റ്, ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല്. ഇദ്ദേഹം മറികടന്നത് സുനിൽ ഗവാസ്കറിൻ്റെ റെക്കോർഡാണെന്ന് കൂടി ഓർക്കുക. അടുത്തത്, ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് മഹാരാഷ്ട്ര. സുസ്ഥിര കാർഷിക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് സംസ്ഥാനം എന്നുകൂടി ഓർക്കുക. 1925 ഓഗസ്റ്റ് 7 MS സ്വാമിനാഥൻ ജനിച്ചത്. 2025 അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ്. ഈ ആഘോഷവേളയിലാണ് മഹാരാഷ്ട്ര സുസ്ഥിര കാർഷിക ദിനമായി ഓഗസ്റ്റ് 7 ആചരിക്കാൻ തീരുമാനിച്ചത്.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. പിന്നെ ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവായി അംഗീകരിച്ചിട്ടുണ്ട്. എം.എസ്. സ്വാമിനാഥന് 1967 പത്മശ്രീ ലഭിച്ചു, 1972 പത്മഭൂഷൺ ലഭിച്ചു, 1989 പത്മവിഭൂഷൺ ലഭിച്ചു. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചു എന്ന് ഓർത്തുവെക്കുക. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനവും ദേശീയ ജാവലിൻ ദിനവും ആചരിക്കുന്നു എന്നുകൂടി ഓർത്തുവെക്കുക. അപ്പോൾ ഡോക്ടർ എം.എസ്. സ്വാമിനാഥനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ്, അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്. ബ്ലഡ് ഗ്രൂപ്പ് ക്രിബാണ്. ലോകത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തുന്നത്. ഇതിൽ ക്രിബിൽ CR ക്രോമർ, I ഇന്ത്യ, B ബംഗ്ലാദേശ് ആണ്. അപ്പോൾ അടുത്തിടെ കർണാടകയിലെ സ്ത്രീയിൽ കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പാണ് ക്രിബ്. അടുത്തത്, ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. ദോഷകരമായ ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. നെക്സ്റ്റ്, ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടുക്കുന്ന VKCയുടെ പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷ സംസ്കരണ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്സ്. ഉപയോഗിച്ച ചെരുപ്പുകൾ തിരിച്ചെടുക്കുന്ന VKCയുടെ പോസ്റ്റ് കൺസ്യൂമർ പാദരക്ഷ സംസ്കരണ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്സ്. ഇതിൽ ശുചിത്വ മിഷൻ കൂടി പങ്കുചേരുന്നുണ്ട്. ആദ്യം ആരംഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അടുത്തത്, 2025 വനിതാ ചെസ് ലോകകപ്പ് വിജയി ദിവ്യ ദേശ്മുഖ് കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തി. ദിവ്യ ദേശ്മുഖിന് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ സമ്മാനത്തുക 3 കോടി രൂപയാണ്. ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്രക്കാരിയാണെന്ന് ഓർക്കുക. ഇതിലൂടെ ഈ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി മാറിയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ്. കൂടാതെ 88ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി എന്ന നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. 2025 വനിതാ ചെസ് ലോകകപ്പ് വിജയി ദിവ്യ ദേശ്മുഖ് ആണ്. റണ്ണറപ്പായത് കൊനേരു ഹംപിയാണ്. മഹാരാഷ്ട്രയാണ് സംസ്ഥാനം. ദിവ്യ ദേശ്മുഖിൻ്റെ സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര സർക്കാർ നൽകിയ സമ്മാനത്തുക 3 കോടി രൂപയാണ്. നെക്സ്റ്റ്, EMS സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നത് കേരള നിയമസഭയിലാണ്. EMSൻ്റെ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മ്യൂസിയമാണ്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് നിലവിലെ സ്പീക്കറായ AN ഷംസീറാണ്. EMS സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നത് കേരള നിയമസഭയിലാണ്. നിർമ്മാണോദ്ഘാടനം നടത്തിയത് AN ഷംസീറാണ്. അടുത്തത്, 2025 കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദി തിരുവനന്തപുരമാണ്. 2025 കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ വേദിയായത് തിരുവനന്തപുരമാണ്. നെക്സ്റ്റ്, 2025 വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലാണ്. ഫുട്ബോളിലെ പ്രധാന ടൂർണമെൻ്റാണ് കോപ്പ അമേരിക്ക. അപ്പോൾ 2025 വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലാണ്. ബ്രസീലിൻ്റെ തുടർച്ചയായ 5ാമത്തെ കിരീടമാണിത്. ടോട്ടൽ 9 കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ബ്രസീൽ. റണ്ണറപ്പ് കൊളംബിയയാണ്. വേദിയായത് ഇക്വഡോറായിരുന്നു. 2025 വനിതാ കോപ്പ അമേരിക്ക ജേതാക്കൾ ബ്രസീലാണ്. ബ്രസീലിൻ്റെ തുടർച്ചയായ 5ാമത്തെ കിരീടമാണ്. ടോട്ടൽ 9 കിരീടമുണ്ട്. റണ്ണറപ്പ് കൊളംബിയയാണ്. വേദിയായത് ഇക്വഡോറായിരുന്നു. ഈ കൂടെ ഓർത്തിരിക്കേണ്ടത് 2024 പുരുഷ കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയായിരുന്നു. 2024 പുരുഷ യൂറോ കപ്പ് കിരീടം നേടിയത് സ്പെയിനാണ്. 2025 വനിതാ യൂറോ കപ്പ് ഇംഗ്ലണ്ടുമാണ് നേടിയത്. അടുത്തത്, ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഗാന്ധി ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഗാന്ധി ജയന്തി മുതലാണ് ഇത് നിലവിൽ വരുന്നത്. പ്രധാനമായി ഈ നിയമം വരുന്നത് വിവാഹ ചടങ്ങുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവയും മൂന്നാർ പോലെയുള്ള മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടനാണ് കലാഭവൻ നവാസ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടനാണ് കലാഭവൻ നവാസ്. മിമിക്രി രംഗത്തുകൂടിയാണ് നവാസ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ വ്യോമസേനയ്ക്കായി സ്പെയിനിൽ നിന്ന് വാങ്ങുന്ന C-295 വിമാനങ്ങളിൽ അവസാനത്തേതും ഇന്ത്യ കൈപ്പറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി സ്പെയിനിൽ നിന്ന് വാങ്ങുന്ന C-295 വിമാനങ്ങളിൽ അവസാനത്തേതും ഇന്ത്യ കൈപ്പറ്റിയിരിക്കുകയാണ്. അടുത്തത്,
നമുക്കറിയാം യുനെസ്കോയുടെ ലോക സാഹിത്യ പദവി കിട്ടിയ ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. ഈ ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2025 കോഴിക്കോട് കോർപ്പറേഷൻ്റെ സാഹിത്യ നഗര പുരസ്കാരം. ഇത് പ്രധാന കാറ്റഗറികളിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് സാറ ജോസഫിനാണ്. 1,00,000 രൂപയാണ് സമ്മാനത്തുക. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സാറ ജോസഫിന്. വനിതാ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം നേടിയത് ആർ രാജശ്രീയാണ്. കൃതി ആത്രേയകം എന്നതാണ്. പിന്നെ ബാലസാഹിത്യം സന്തോഷ് എച്ചിക്കാനത്തിനാണ്. മിസാറു എന്ന കൃതിക്കാണ്. യുവ എഴുത്തുകാരൻ ആദി അല്ലെങ്കിൽ ആദർശ് ഇ ആണ്. അദ്ദേഹത്തിൻ്റെ പെണ്ണപ്പൻ എന്ന രചനയ്ക്കാണ്. അപ്പോൾ 2025 കോഴിക്കോട് കോർപ്പറേഷൻ്റെ സാഹിത്യ നഗര പുരസ്കാരത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സാറ ജോസഫ് നേടി. വനിതാ എഴുത്തുകാരിക്കുള്ള പുരസ്കാരം ആർ രാജശ്രീയാണ് നേടിയത്. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം സന്തോഷ് എച്ചിക്കാനുമാണ്. യുവ എഴുത്തുകാരൻ ആദർശ് ഇ ആണ്. നെക്സ്റ്റ് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് എം കെ സാനു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ എം കെ സാനു ആണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1928 ഒക്ടോബർ 27-നാണ്. മരണം 2025 ഓഗസ്റ്റ് 2-ന്. എം കെ സാനുവിൻ്റെ മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കർമ്മഗതിയാണ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് എം കെ സാനു. എം കെ സാനു ജനിച്ചത് 1928 ഒക്ടോബർ 27, മരിച്ചത് 2025 ഓഗസ്റ്റ് 2-ന്. മുഴുവൻ പേര് മംഗലത്ത് കേശവൻ സാനു എന്നാണ്. എം കെ സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതി എന്നാണ്. എം കെ സാനുവിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 1992 വയലാർ അവാർഡ് നേടി. 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. കൃതി ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്നായിരുന്നു. 2011 തന്നെ പത്മപ്രഭ പുരസ്കാരം നേടി. 2013 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. ഇനി 2024 കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു നേടി. ഇത് പ്രധാന പുരസ്കാരങ്ങളാണ്. 1992 വയലാർ അവാർഡ് നേടിയ കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതിക്കാണ്. ഇനി 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. 2011 പത്മപ്രഭ പുരസ്കാരം. 2013 എഴുത്തച്ഛൻ പുരസ്കാരം. 2024 കേരള ജ്യോതി പുരസ്കാരവും നേടി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, മൃത്യുഞ്ജയം കാവ്യജീവിതം, കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് തുടങ്ങിയവയാണ് എം കെ സാനുവിൻ്റെ പ്രധാന കൃതികൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം, മൃത്യുഞ്ജയം കാവ്യജീവിതം, കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അടുത്തത് നമ്മൾ നോക്കുന്നത് 2023 ചിത്രങ്ങൾക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ മികച്ച നടൻ ഷാരൂഖ് ഖാനാണ് ജവാൻ എന്ന ചിത്രത്തിന്. ഷാരൂഖ് ഖാൻ മാത്രമല്ല വിക്രാന്ത് മാസിയുണ്ട്. മികച്ച നടനായിട്ട് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2 പേരാണ്, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ഷാരൂഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിനും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന ചിത്രത്തിനുമാണ് പുരസ്കാരം നേടിയിരിക്കുന്നത്. മികച്ച നടി റാണി മുഖർജിയാണ് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിന്. മികച്ച സംവിധായകൻ സന്ദീപ് ദോസനാണ് ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിൽ. മികച്ച ചിത്രം 12th ഫെയിൽ. ഇത് സംവിധാനം ചെയ്തത് വിധു വിനോദ് ചോപ്രയാണ്. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്ന ഹിന്ദി ചിത്രമാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ 2 പേരാണ്, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. മികച്ച നടി റാണി മുഖർജി. മികച്ച സംവിധായകൻ സുദീപ് ദോസൻ. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്ന ഹിന്ദി ചിത്രമാണ്. ഇനി മികച്ച സഹനടൻ എന്ന കാറ്റഗറിയിൽ വിജയരാഘവനും മുത്തുപ്പേട്ടെ സോമു ഭാസ്കറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സഹനടൻ പുരസ്കാരം ലഭിച്ച മലയാളി വിജയരാഘവനാണ് പൂക്കാലം എന്ന സിനിമയ്ക്ക്. മികച്ച സഹനടി 2 പേരാണ്, ഉർവശിയും ജാനകി ബോഡിവാലയും. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച ഗായകൻ PVNS രോഹിതാണ്. മികച്ച ഗായിക ശില്പ റാവു. സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാറാണ്. മികച്ച തിരക്കഥ ചിദാനന്ദ നായികനാണ്. ഇനി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കാണ്. മികച്ച തമിഴ് ചിത്രം പാർക്കിംഗ്, തെലുങ്കു ചിത്രം ഭഗവന്ത് കേസരി, കന്നഡ ചിത്രം കണ്ടീലു ദി റേ ഓഫ് ഹോപ്പ്, ഹിന്ദി ചിത്രം എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി. പ്രത്യേക പരാമർശം ലഭിച്ചത് നോൺ ഫീച്ചർ ഫിലിമിൽ പ്രത്യേക പരാമർശം ലഭിച്ചത് നെഗൽ ക്രോണിക്കിൾ ഓഫ് ദ പാഡിമാൻ എന്ന ചിത്രത്തിനാണ്.
അപ്പോൾ നമ്മൾ നോക്കിയത് 2023 ചിത്രങ്ങൾക്കുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. അതിൽ മികച്ച നടന്മാർ 2 പേരാണ്, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. മികച്ച നടി റാണി മുഖർജിയാണ്. മികച്ച സംവിധായകൻ സുദീപ് ദോസനാണ്. മികച്ച ചിത്രം 12th ഫെയിലാണ്. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രമാണ്. ഇനി മികച്ച സഹനടൻ വിഭാഗത്തിൽ 2 പേർക്ക് ലഭിച്ചു. മലയാളത്തിൽ നിന്ന് വിജയരാഘവനും തമിഴിൽ നിന്ന് മുത്തുപേട്ടെ സോമു ഭാസ്കരനുമാണ്. മികച്ച സഹനടി ഉർവശി ജാനകി ബോഡിവാലയാണ്. മികച്ച ഗായകൻ PVNS രോഹിതും മികച്ച ഗായിക ശില്പ റാവുവാണ്. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാറും മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ചിദാനന്ദ നായിക്കിനുമാണ്. ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. ഓഗസ്റ്റ് മാസത്തിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്